ഇസ്ലാമിന്റെ പേരിൽ ഷാഫി ഇമാം സ്നേഹിച്ച പോലെ, മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ സ്നേഹിച്ച പോലെ, അജ്മീർ ഖാജ തങ്ങളെ സ്നേഹിച്ച പോലെ, അമ്പറം തങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിച്ച മതി. വിഗ്രഹവൽക്കരണം ഇസ്ലാമിനെതിരായാലും ഇക്കുടുംബം എന്നും പറഞ്ഞു നടന്നാൽ ഈമാൻ ഊരിപ്പോകും. തലച്ചോറുള്ളവർ ആലോചിച്ചോ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. 13 കൊല്ലം മുടങ്ങിപ്പോയ കൊണ്ടോട്ടി നേർച്ച ബഹുമാനപ്പെട്ട MLA അവർകൾ, ബഹുമാനപ്പെട്ട MP അവർകൾ സജീവമാക്കിയത്രേ. ആണോ അല്ലേന്ന് എനിക്കറിയില്ല. അവര് പറയുന്നു ഞെട്ടുകാലി മമ്മൂഞ്ഞിമാര് ഇത് ഞമ്മളാണ്. ആയിക്കോട്ടെ. ഷിയ എന്നൊരു സാധനം കേരളത്തിലില്ലായിരുന്നു. പണ്ട് ഉണ്ടായിരുന്നത് അമ്പുറം തങ്ങൾ അടക്കം വെച്ചതായിരുന്നു. ഇപ്പൊ അത് ഹയാത്താക്കണമല്ലേ, പാടിപ്പുകഴ്ത്തണമല്ലേ, കൊണ്ട് നടന്നതൊക്കെ കുഴിമാന്തി എടുത്ത് ഇനിയും ഈ ഉമ്മത്തിൽ ഫിത്ന ഉണ്ടാക്കണമല്ലേ. മുസ്ലിമീങ്ങൾ അവരവരുടെ ദീനിനെ പറ്റി ആലോചിക്കേണ്ടതാണ്. ബിദ്അത്തുകാരൻ സ്റ്റേജ് കെട്ടിക്കൊടുത്താൽ തൗഹീദും ശിർക്കും ക്ലാസ് എടുക്കണ രാഷ്ട്രീയക്കാരുണ്ട്. അവര് പാർലമെന്റിൽ മര്യാദയ്ക്ക് സംസാരിക്കാറുണ്ടോ? നിയമസഭയിൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വർത്തമാനം പറയാറുണ്ടോ? ശിർക്കും തൗഹീദും ക്ലാസ് എടുക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരന്റെ ആവശ്യമുണ്ടോ? ആ രാഷ്ട്രീയക്കാരൻ വഹാബി സ്റ്റേജിലെത്തുമ്പോ അവന്റെ ശിർക്കിന്റെ പ്രസംഗം, അവന്റെ തൗഹീദിന്റെ കത്തിക്കയറൽ. പിന്നെ ആര് പറഞ്ഞടോ നിന്നോട് ഷിയായുടെ ഭൂതത്തെയും ഷിയായുടെ പ്രേതത്തെയും അന്തിയെടുക്കാൻ, എന്നിട്ട് അതിന്റെ മുന്നിൽ ബടായി പറഞ്ഞ് ആളാകാൻ? ഒരു വാക്ക് ശ്രദ്ധിച്ചോ. അള്ളാനെ പേടിയുണ്ടോ? മുത്തു റസൂലുള്ളാനെ പേടിയുണ്ടോ? അടഞ്ഞുപോയ ഏതെങ്കിലുമൊക്കെ ഭൂതങ്ങൾ അതൊന്നും പുറത്തു കൊണ്ടുവന്ന് ഈ ഉമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് മര്യാദയല്ല, ദീനല്ല. എല്ലാരും ആലോചിച്ചോ. മുത്തുനബിയെ വിഷം കൊടുത്തു കൊന്നതാണത്രേ ബീബി ആയിഷ. പാപ്പ പറഞ്ഞിട്ട് ഇതാണ് ഷിയായിസം. മുത്തുനബിയെ വിഷം കൊടുത്തു കൊന്നതാണ് ഭാര്യ ഹഫ്സ. പാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞിട്ട് ഇതാണ് ഷിയായിസം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരു മോളെ കൊന്നു. എന്നിട്ടും മുത്തുനബിക്ക് പേടി. ഉസ്മാനെ രണ്ടാമത്തെ മോളെയും കെട്ടിച്ചു കൊടുത്തു. ഇതാണ് ഷിയായിസം. തങ്ങമാര് തൊപ്പി കണ്ട് തോന്നിയാസം ചെയ്യരുത്. അള്ളാന്റെ ദീനിനെ കളിയാക്കരുത്. മദീനായിൽ ഉറങ്ങുന്ന വെല്ലിപ്പാനെ മറന്നുപോകരുത്. സകല ബിദ്അത്തുകാരനും മൂത്രമൊഴിച്ച് വളമിട്ട് കൊടുക്കലല്ല അഹ്ലുബൈത്തിന്റെ ജോലി. അവര് മനസ്സിലാക്കണം. അഹിബ്ബൂന മഹബ്ബത്തൽ ഇസ്ലാം ലാ തഅബുദൂന ഇബാദത്തൽ അസ്നാം. വിഗ്രഹമല്ലടോ ദീന്, അള്ളാഹുവിന്റെ ദീനും തൗഹീദുമാണ് ഇസ്ലാം. അതുള്ളപ്പോഴേ ആ കുടുംബത്തിന് മഹത്വമുള്ളൂ. ഇത് പഠിപ്പിച്ചയാൾ അന്ന് ആ തങ്ങളെ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ. സയ്യിദുന അലി സൈനുൽ ആബിദീൻ, എല്ലാവരുടെയും കാരണവർ.